കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമായിരുന്നു മാതാവിൻ്റെ പുഞ്ചിരിയിലൂടെ അവൾ സുഖപ്പെട്ടത് എന്ന് ഇന്ന് ആ തിരുസ്വരൂപം ലിസ്യുവിലെ കർമ്മരമഠത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ തിരുസ്വരൂപത്തിൽ പുഞ്ചിരി മാതാവ് എന്ന നാമകരണവും പിന്നീടുണ്ടായി. ഇതേ സംബന്ധിച്ച് കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, ആ പുഞ്ചിരി മാതാവിൻ്റെ രൂപത്തെ നോക്കി യേശുവിൻ്റെ നാമം വിളിക്കുമായിരുന്നുവെന്ന്. കാരണം തെരേസായ്ക്ക് യേശുവും മാതാവും ഒരുപോലെയായിട്ടാണ് അനുഭവപ്പെട്ടിരുന്നത്. ഈശോയോടുള്ള പ്രാർത്ഥനകളിലും എപ്പോഴും അവൾ മാതാവിനെയും അനുസ്മരിച്ചിരുന്നു. കാരണം തൻ്റെ മരണത്തിന് മുമ്പ് യേശുനാഥൻ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ നോക്കി ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് തന്നെയും കൂടി നോക്കിയാണ് പറഞ്ഞതെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ ആ വിശ്വാസം മരണം വരെ നീണ്ടു നിന്നു. പരിശുദ്ധ മറിയത്തിൽ നിന്ന് തന്നോടുള്ള പുത്രി സഹജമായ സ്നേഹത്തിൻ്റെ അടയാളമായ കർമ്മലമഠത്തിലേക്കുള്ള ദൈവവിളിയെ തെരേസ കണ്ടിരുന്നു. ഇതേ സംബന്ധിച്ച് സ്വയംകൃതചരിത്രത്തിൽ അവൾ എഴുതുന്നു, പരിശുദ്ധ കന്യകയും തൻ്റെ ചെറുപുഷ്പത്തെ കാത്തുപാലിച്ചിരുന്നു. ലോകകാര്യങ്ങളുടെ സമ്പർക്കത്താൽ മലിനമാകാതിരിക്കുവാൻ വേണ്ടി വിടരുന്നവരെ തന്നെ തൻ്റെ പരിശുദ്ധ മലയിലേക്ക് നല്ല അമ്മ അവളെ സ്ഥലം മാറ്റി. കൊച്ചു ത്രേസ്യയെ അസിസ്റ്റന്റ് നോവിസ് മിസ്ട്രസ്സായി ഗൊൺസാഗമ്മ നിയമിച്ചു. നോവിസിന് പരിശീലനം നൽകുന്നതിൽ അവൾ പരിശുദ്ധ അമ്മയുടെ സഹായം എപ്പോഴും തേടുമായിരുന്നു. ഇതേ സംബന്ധിച്ച് കൊച്ചു ത്രേസ്യ തൻ്റെ ആത്മകഥയിൽ എഴുതുന്നു, എന്നെക്കുറിച്ച് തനിക്ക് അതൃപ്തിയൊന്നുമില്ലെന്ന് പരിശുദ്ധ കന്യ വ്യക്തമാക്കി. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സംരക്ഷിക്കുന്നതിൽ അവൾ ഒരിക്കലും വൈമുഖം പ്രദർശിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും അസ്വസ്ഥത അഥവാ ഉത്കണ്ഠ തോന്നിയാലുടൻ അവളുടെ നേർക്ക് ഞാൻ തിരിയുകയായി. എപ്പോഴൊക്കെയും വാത്സല്യം നിറഞ്ഞ അമ്മയെന്ന നിലയിൽ തൻ്റെ കാര്യങ്ങളെല്ലാം അവൾ പരമേറ്റുകൊള്ളും. പുതുകന്യാസികളോട് സംസാരിക്കുന്നതിനിടയിൽ എത്രയോ പ്രാവശ്യം ഞാൻ മാതാവിൻ്റെ സഹായം അപേക്ഷിക്കുകയും മാതൃസംരക്ഷണത്തിൻ്റെ പ്രയോജനം ശ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. സകല വിശുദ്ധരോടും അവൾക്ക് അഗാധമായ ഭക്തിയായിരുന്നു. തൻ്റെ സ്വർഗീയ സഹോദരനെന്നും വഴികാട്ടികൾ എന്നും സംബോധന ചെയ്ത് ദിവസവും അവരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.